നമസ്കാരം. ആരാണ് ഈ വീണ വിജയൻ? പിണറായി വിജയൻ എന്ന മനുഷ്യന്റെ മകൾ എന്നതിലുപരി വീണയ്ക്ക് പാർട്ടിയുമായി യാതൊരു പുലബന്ധവുമില്ല. പിന്നെ എന്തിനാണ് അങ്ങനെ ഒരാൾക്ക് വേണ്ടി പാർട്ടി ഇത്രയും വലിയ പ്രതിരോധം തീർക്കുന്നതെന്ന് കേരള സമൂഹത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരള സമൂഹത്തിന്റെ കാര്യം പോകട്ടെ, ആക്രമിക്കാൻ പുറപ്പെട്ട അണികൾക്ക് പോലും ഇപ്പോഴും അറിയില്ല എന്താണ് അല്ലെങ്കിൽ എന്തിനാണ് വീണ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മേൽ ആരോപിക്കപ്പെടുന്ന കേസിനെ അതിന്റെ വഴിക്ക് നിയമപരമായി നേരിടാതെ അതൊരു രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തിക്കാട്ടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആത്മാഭിമാനത്തിനേറ്റ ക്ഷതമാക്കി കണക്കാക്കി ഇത്രയേറെ യുദ്ധങ്ങളും കോലാഹലങ്ങളും ഒക്കെ നടത്തി കൂട്ടുന്നത് എന്ന്. ഒടുവിൽ ഇഡി ആക്രമിച്ച കേസ് ഉന്നതന്മാരിലേക്ക് നീളുകയാണ്. 10-60 ദിവസം ജയിലിനകത്ത് കിടന്ന് അഴികൾ എണ്ണിയത് നിരപരാധികളായ അല്ലെങ്കിൽ ഉന്നതന്മാരുടെ ആജ്ഞാനുവർത്തികളായ കേവലം അണികൾ മാത്രമായിരുന്നു. നേതാക്കന്മാരുടെ വാക്കുകൾ കേട്ട് ഇടതും വലതും ചാടിക്കളിക്കുന്ന കുട്ടിക്കുരങ്ങന്മാരെ പോലെ ചുടുചോറ് വാരാൻ പറഞ്ഞാൽ അതും ചെയ്യുന്ന ചോരത്തിളപ്പിനെ മുതലെടുത്തുകൊണ്ട് നേതാക്കന്മാർ നടത്തിക്കൂട്ടിയ ഒരു രാഷ്ട്രീയ നാടകത്തിൽ കഥയറിയാതെ ആടിയവർ മാത്രമായിരുന്നു അവർ. എന്നാൽ അന്നു മുതൽ എങ്ങനെയാണ് പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നുവെന്ന് അണികൾക്ക്, അതും ഇത്രയേറെ അണികൾക്ക് നിമിഷങ്ങൾക്കകം അറിയിപ്പ് ലഭിച്ചത്? ഇത്രയേറെ പേർ എങ്ങനെയാണ് ഇത്ര വേഗത്തിൽ അവിടെ ഒത്തുകൂടിയത് എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ സമൂഹത്തിൽ ഉയർന്നു കേട്ടിരുന്നു. ഇപ്പോൾ അതിനുള്ള ഉത്തരമാണ് പുറത്തു വരുന്നത്. ആ പ്രമുഖന്മാരിൽ ഒരാൾ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനാണ്. മറ്റൊരു പേര് ജോൺ ബ്രിട്ടാസിന്റെയും പിന്നീട് ബിനീഷ് കോടിയേരിയുടേതുമാണ്. വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വെച്ചതുപോലെ വീണയുടെ പേരിൽ ആരോപിക്കപ്പെട്ട കേസിന് പിന്നാലെ കൂടി രാഷ്ട്രീയം കളിച്ച ഉന്നതന്മാരെ ഒക്കെ ഇഡി പൂട്ടാൻ പോവുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട് പരിശോധിക്കാനെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ CPM-ന്റെ മുതിർന്ന നേതാക്കളുടെ മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജോൺ ബ്രിട്ടാസ് MP, മുൻ മന്ത്രി VS ശിവൻകുട്ടി, V ജോയി MLA അടക്കമുള്ള നേതാക്കളുടെ മൊഴിയെടുക്കാനാണ് ആലോചന നടക്കുന്നത്. ഇവരെ നോട്ടീസ് നൽകി വിളിപ്പിക്കും. സംഭവത്തിലെ ഗൂഢാലോചനയും ആക്രമണത്തിന് പിന്നിൽ CPM നേതാക്കളുടെ ഇടപെടൽ ഉണ്ടോ എന്നും അന്വേഷിക്കണമെന്ന് ഇഡി ആവശ്യപ്പെട്ടിരുന്നു. ആക്രമണത്തിന് ശേഷം പ്രതികളെ പിടികൂടാനെത്തിയ പോലീസിനെ പാർട്ടി ഓഫീസിന് മുന്നിൽ ഉന്നത നേതാക്കൾ തടഞ്ഞത് വലിയ വിവാദമായിരുന്നു. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് അറസ്റ്റിലായ 25 പ്രതികളുടെ ഫോൺ രേഖകൾ പോലീസ് ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ഇവരുമായി സംഭവ ദിവസവും അടുത്ത ദിവസങ്ങളിലും ഫോണിൽ ബന്ധപ്പെട്ട നേതാക്കളുടെ ഫോൺ രേഖകളും അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്. ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ സംഭവ ദിവസം ഇവരുമായി നിരന്തരം ബന്ധപ്പെട്ട DYFI CPM നേതാക്കളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന എല്ലാവരുടെയും മൊഴിയെടുക്കാനും സംശയമുള്ളവരെ ചോദ്യം ചെയ്യുവാനുമാണ് പോലീസ് നീക്കം. ബിനീഷ് കോടിയേരിയുടെയും SFI DYFI ജില്ലാ ഭാരവാഹികളുടെയും ഫോൺ രേഖകളും ശേഖരിച്ചവയിലുണ്ട്. ബിനീഷ് കോടിയേരി സംഭവ സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിലും അക്രമ സംഭവങ്ങളിൽ നേരിട്ട് പങ്കെടുത്തിരുന്നില്ല എന്നാണ് വിവരം. മെയ് 27-നായിരുന്നു തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ പിണറായി വിജയന്റെ വീട്ടിലെ പരിശോധനയ്ക്കു ശേഷം തിരിച്ചിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് കാറുകൾ തല്ലിത്തകർത്ത സംഭവമുണ്ടായത്. ഒരു കാര്യവുമില്ലാതെ വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വെച്ചിട്ട് പ്രമുഖരൊക്കെ അഴിക്കുള്ളിലാകാൻ പോകുമ്പോൾ 60 ദിവസം അകത്ത് കിടന്ന അണികളോട് ചെയ്തത് മാത്രമായിരിക്കും പിണറായിയും മകളും ഇവരോടും ചെയ്യുക. പിണറായിയുടെ മകൾക്ക് ഇപ്പോഴും യാതൊരു പോറലും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും AC മുറിയിലും മുന്തിയ കാറിലും സുഖലോലുപയായി ജീവിക്കുന്നു. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കാൻ മാത്രം വീണ കേരള രാഷ്ട്രീയത്തിൽ ഒരു വ്യക്തിയുമല്ല. എന്നിരിക്കെ പാർട്ടിയെ കാണിച്ചു കൂട്ടുന്നതൊക്കെ നാണംകെട്ട പ്രഹസനമാണ് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. രാഷ്ട്രീയം നല്ലതാണ്. ജനാധിപത്യ രാജ്യത്തിൽ ഓരോ പൗരനും രാഷ്ട്രീയ ബോധമുണ്ടായിരിക്കണം, വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടായിരിക്കണം. പക്ഷെ ഇതുപോലെ അന്തം കമ്മിയായി പോകരുത്.